നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ തെറ്റുകൾ ചെയ്യുമ്പോഴാണ് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. എന്നാൽ ചെയ്ത തെറ്റിന്റെ ശിക്ഷയുടെ കാലാവധി ചിലപ്പോൾ നീണ്ടുപോകാം. ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 3 വർഷം, അല്ലെങ്കിൽ ജീവപര്യന്തത്തിലും എത്തി നിൽക്കുന്ന കാഴ്ചകളും വിരളമല്ല. എന്നാൽ കുവൈറ്റ് അധികൃതർ പുതിയ മാർഗം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. തടവുകാരിലുണ്ടാകുന്ന വിരഹദുഃഖം അകറ്റാൻ വേണ്ടി മാസത്തിലൊരു ദിവസം തങ്ങളുടെ ഭാര്യയോടൊപ്പം ചിലവഴിക്കാമെന്ന് പുതിയ നിബന്ധന ഇറക്കിയിരിക്കുകയാണ്. വിരഹദുഃഖം ഇനി ഇതിലൂടെ പാടെ അകറ്റുവാൻ കഴിയും. തടവുകാർക്ക് ഇനി വിരഹദുഃഖം സഹിക്കേണ്ടി വരില്ല എന്നാണ് അധികൃതർ പറയുന്നത്. മാസത്തിലൊരു ദിവസം ഭാര്യയ്ക്കൊപ്പം കഴിയാൻ അവസരം നൽകുന്നതായിരിക്കും. അതിനായി പ്രത്യേക അപ്പാർട്ട്മെന്റ് പണിയുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തടവുകാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയുള്ള ജയിൽ പരിഷ്കരണ പദ്ധതിയിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര മാനദണ്ഡങ്ങൾ അനുസരിച്ചാകും പരിഷ്കാരമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജയിൽ പരിഷ്കരണ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫറാജ് അൽ സുവൈബി പറയുകയുണ്ടായി. ശൈത്യകാല ക്യാമ്പുകൾ, കായിക വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, പുനരധിവാസ പരിശീലന ക്ലാസുകൾ, തൊഴിൽ പരിശീലനം, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും തടവുകാർക്കായി ഒരുക്കുന്നതായിരിക്കും. തടവ് കഴിഞ്ഞിറങ്ങുന്നവരെ സമൂഹവുമായി ഇഴകിച്ചേരാനും മനസ്സിൽ നിന്ന് കുറ്റവാസനകൾ എടുത്തുകളയാനുള്ളവയുമാകും പരിഷ്കാരങ്ങളെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് തികച്ചും മാതൃകാപരമാക്കേണ്ട കാര്യം തന്നെയാണ്. വർഷങ്ങളോളം ജയിലിൽ കഴിയുന്നവർക്ക് പരോൾ എന്ന സമ്പ്രദായമല്ലാതെ മറ്റൊന്നും ലഭ്യമല്ല. ഇതിനാൽ തന്നെ കുടുംബാംഗങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോഴൊക്കെ കാണുന്നതല്ലാതെ അവരോടൊപ്പം ചിലവഴിക്കാൻ സമയം ലഭ്യമല്ല. ഇത്തരത്തിലെ നിർണായക നീക്കം കുറ്റവാസന വിമുക്തമാക്കുന്നു. ഇതിലൂടെ തടവ് പുള്ളികളുടെ സെന്റിമെന്റൽ ട്രാക്കിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അധികൃതർ ഇതിൽ പൂർണ്ണ വിജയം സ്ഥാപിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.